എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 4 ബെഡ്റൂമിന്റെ അടിപൊളി ലക്ഷറി വീടാണ്. അത് മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ്. പാലാ പൊൻകുന്ന ഹൈവേയിലെ മെയിൻ ടൗണുകളൊന്നായ പൂരി ടൗണിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറി മെയിൻ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി. 12 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന 2300 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒറ്റനില വീടിന് 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ലിവിംഗ് ഡൈനിങ് ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ, വലിയൊരു കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതിന്റെ മുകൾ ഭാഗം ടെറസ് വർക്ക് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സെറാമിക് ഓട് കൊണ്ടാണ്. കുടിവെള്ളത്തിനാണ് കിണർ വെള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. നല്ല ഭംഗിയേറിയ രീതിയിൽ മെയിൻ റോഡ് ഫ്രണ്ടേജുള്ള കിടിലൻ പ്രോപ്പർട്ടിയാണ്. ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. വലിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. മെയിൻ ബസ് റോഡ് ഫ്രണ്ടേജിലുള്ള മനോഹരമായ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നല്ല വീതിയേറിയ റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയാണ് വീടിൻ്റെ ലൊക്കേഷൻ. ഹൈവേയിലേക്ക് 50 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട്. ഒരു 500 മീറ്ററിൽ ഹോസ്പിറ്റൽ, പള്ളി സൗകര്യങ്ങളുണ്ട്. 800 മീറ്ററിൽ ക്ഷേത്രമുണ്ട്. വളരെ സൗകര്യങ്ങളുള്ള മനോഹരമായ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശമാണ്. റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കിടക്കുന്ന ഭാഗമാണിത്. കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം വെച്ച് പണികൾ മുഴുവൻ പൂർത്തിയായിരിക്കുന്നു. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ ഭാഗി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഏരിയയിൽ വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുറ്റമൊക്കെ വളരെ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചരലുകൾ കൊടുത്ത് ചെടികളൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണർ വന്നിട്ടുണ്ട്. 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു മതിലിൻ്റെ അപ്പുറത്ത് പ്രൈവറ്റ് റോഡാണ്. നേരെ ഫ്രണ്ടിൽ മെയിൻ റോഡ് കടന്നു പോകുന്നു. സൈഡുകളൊക്കെ ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയും ക്ഷേത്രവും സ്കൂളും ഹോസ്പിറ്റലും എല്ലാം വളരെ അടുത്തുള്ള ഏരിയ. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിന് തൊട്ട് മുന്നിൽ കൂടി തന്നെ കടന്നു വരുന്നുണ്ട്. തൊട്ട് താഴെ കാണുന്നത് 50 മീറ്റർ മാത്രം മാറി കാണുന്നത് നല്ലൊരു ടൗണാണ്. ഈ ഭാഗത്തായിട്ട് കിണർ വന്നിരിക്കുന്നു. കിണറിന് മുകളിൽ ഗ്രില്ലൊക്കെ കൊടുത്ത് സേഫ് ആക്കിയിട്ടുണ്ട്. നല്ല വിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത്. 4-5 കാറുകളൊക്കെ പാർക്കിങ്ങാണ് സ്പേസ് മുറ്റത്തിനുണ്ട്. സിറ്റൗട്ടിൻ്റെ ഭിത്തികളിലൊക്കെ നല്ല പാനൽ വർക്കുകൾ തേക്കുന്നടി കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന മുകൾ ഭാഗത്ത് കാണുന്ന വർക്കുകളൊക്കെ തേക്കിലാണ്. ഈ വീടിൻ്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കുംതടിയാണ്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകൾ ആദ്യം ഒന്ന് കാണാം. വീടിൻ്റെ സിറ്റൗട്ടിൽ നോക്കുമ്പോൾ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല വിശാലമായ മുറ്റമാണിത്. ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മെയിൻ ഡോർ കടന്ന് ലിവിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്നു. നല്ല ഭംഗിയേറെ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകൾ, ഫാനുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഏത് മത്സരക്കും അവരുടേതായ റൂമുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്ത് കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു. മുഴുവൻ തേക്കുംതടിയിലാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു പാർട്ടീഷൻ കാണാം. ഇതെല്ലാം തടിയിൽ തന്നെയാണ്. ഇനി നമ്മൾ കടന്നു വരുന്ന വിശാലമായൊരു നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും കൂടി വരുന്ന ഏരിയയാണ്. നല്ല വലിയ ഹാളാണ്. ഒരു സൈഡിലായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ ജനലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് കാണാം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം മുഴുവൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. തടി വർക്കുകൾ മുഴുവൻ തേക്കും ആഞ്ചലിയും ഉപയോഗിച്ചാണ്. കഥകളെല്ലാം തേക്കിലും കട്ടലുകൾ ആഞ്ചലിയിലും ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ കാണാം. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുണ്ട്. നല്ല വലിപ്പമേറിയ കിച്ചണാണ്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പ്ലംബിംഗ്, വയറിംഗ് ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടൈൽസും ബ്രാൻഡഡ് ആണ്. ഹോബും ഫുഡുമൊക്കെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമേറിയ കിച്ചണും ധാരാളം സൗകര്യങ്ങളുള്ള നല്ല മനോഹരമായ രീതിയിലാണ് സ്റ്റോറേജൊക്കെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ സിങ്കാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. കൂടാതെ നല്ല വലിപ്പമേറിയ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പുറത്തേക്കുള്ള വാതിൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് വർക്ക് ഏരിയയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം പവർ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ വർക്ക് ഏരിയയിൽ തന്നെ കാണാം. വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. പുറയിലൊക്കെ നല്ല ചരല് പാകിയിരിക്കുന്നു.
ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൂടി പണി തീരാനുണ്ട്, അതുകൂടി ചെയ്തു തരുന്നതാണ്. നല്ല മനോഹരമായ രീതിയിലുള്ള കിച്ചണും വർക്ക് ഏരിയയുമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം. നല്ല വിശാലമായ ഹാളാണ്. ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നു. നല്ല ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ LED ലൈറ്റുകൾക്കുള്ള ടച്ച് സ്ക്രീൻ മിറർ കൂടി കൊടുത്തിരിക്കുന്നു. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും ഡോറുകളൊക്കെ തടിയിലാണ്, തേക്കിൻ തടിയിലാണ്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും AC പോയിൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. വലിപ്പമേറിയ ബാത്റൂമുകളാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സാണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും പാലാ ടൗണിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. വൈഗ ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് ദൂരം. പൂർണ്ണി പള്ളിയിലേക്ക് 500 മീറ്ററും പൂർണ്ണി മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഏകദേശം 800 മീറ്ററുമാണ് ദൂരം. അങ്ങനെ സൗകര്യങ്ങളേറെ ഉള്ള മനോഹരമായ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണിത്. ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൂടിയൊക്കെ ഉണ്ടാവും. ലോൺ സൗകര്യങ്ങൾ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് 90% വരെ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 ഫേസ് വയറിംഗ് ആണ് ഈ വീട് നൽകിയിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളിലും AC പോയിന്റുകൾക്ക് നൽകിയിട്ടുണ്ട്. സോളാറുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ഒരു പർഗോള കൊടുത്ത് ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുന്നു. മുകളും ഭാഗം മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം. എല്ലാം ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ കബോർഡ് വർക്കുകളുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകളെല്ലാം ഉണ്ട്. ഒരു പ്രീമിയം ഫിനിഷിൽ തന്നെ ചെയ്തിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. ടൗണിനടുത്ത് തന്നെ ഇതുപോലെ മെയിൻ റോഡ് സൈഡിലൊക്കെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണിത്. വീടിൻ്റെ മുൻഭാഗത്തുള്ള ബെഡ്റൂമാണ് ഈ കാണുന്നത്. 2 സൈഡിലുമായി വലിയ ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന വീടാണ്. 12 സെൻറ്റ് സ്ഥലം, 2300 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകൾ. ഈ വീടിന് ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. നമുക്കിനി വീടിൻ്റെ കോമ്പൗണ്ട് കൂടി ഒന്ന് കാണാം. ഇവിടെയൊക്കെ മഴവെള്ളം ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും ഇതുപോലെ ചരല് പാകിയിരിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല പ്രീമിയം ഫിനിഷിൽ തന്നെ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ്. മുകൾ ഭാഗത്തോട്ട് കയറാൻ സ്റ്റെയർകേസ് കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഡ്രസ് വർക്ക് കൂടി മുകളിൽ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വിരിക്കാനുള്ള സ്പേസൊക്കെ മുകളിലുണ്ട്. അപ്പോൾ ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ലോൺ സൗകര്യത്തിലൂടെ വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ഇവിടെയാണ്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.